ഹലോ, വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. എന്താണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? അതെ, അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കോൺസെപ്റ്റ് പറഞ്ഞു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറഞ്ഞു, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പറഞ്ഞു, ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് പറഞ്ഞു, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറഞ്ഞു, ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു, ഡ്യുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഇതുവരെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് കോൺസെപ്റ്റാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. The realization concept governs the recognition of revenue. It provides answers to these recognitions, when is to be recognized and how much is to be recognized. According to principle, the earning process must complete or virtually complete, and exchange must take place before revenue can be recognized. For example, in case of sales, revenue are generally recognized in the period in which goods are delivered to customer or in the period in which service are rendered. This is the period in which revenue is said to be realized. അപ്പോൾ റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നത് റെക്കഗ്നേഷൻ ഓഫ് റവന്യൂ എന്നാണ്. റവന്യൂ എപ്പോൾ റിക്കഗ്നൈസ് ചെയ്യണം, എത്ര റിക്കഗ്നൈസ് ചെയ്യണം എന്നാണ് ഈ ഒരു പ്രോസസ്സ് പ്രകാരം പറയുന്നത്. ഒരു ഏണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ വെർച്വലി കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? എക്സ്ചേഞ്ച് മസ്റ്റ് ടേക്ക് പ്ലേസ് ബിഫോർ റവന്യൂ ക്യാൻ റിക്കഗ്നൈസ്ഡ്. ആ റവന്യൂ വരുന്നതിന് മുമ്പ് അവിടെ എന്ത് നടന്നിരിക്കണം? ഒരു എക്സ്ചേഞ്ച് നടന്നിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, സെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒരു റവന്യൂസ് ജനറൽ റിക്കഗ്നൈസ്ഡ് എപ്പോൾ റിക്കഗ്നൈസ് അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് റവന്യൂ റിക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ റിക്കഗ്നൈസ് ചെയ്ത് എന്ന് പറയുകയാണെങ്കിൽ ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിലോട്ട് ഡെലിവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിലോട്ട് റെൻഡ് ചെയ്യുമ്പോഴാണ് റവന്യൂ റിക്കഗ്നൈസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ പീരീഡ് ഇൻ വിച്ച് ദ റവന്യൂ സെറ്റ് ടു ബി റിയലൈസ്ഡ്. അതായത് ആ എക്സ്ചേഞ്ച് അവിടെ ടേക്ക് പ്ലേസ് ചെയ്തു, അപ്പോഴാണ് ആ റവന്യൂ അവിടെ റിക്കഗ്നൈസ് ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് realization principle. Matching concept. The matching concept provides guidelines for deciding which item of cost are expenses in a given accounting period. The general principle is that cost is treated as expense in the period in which an associated revenue is recognized. അത് മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ല, അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പെൻസ് ഉണ്ടായെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടൊരു റവന്യൂ അവിടെ ഉണ്ടായിരിക്കണം. ഒരു എക്സ്പെൻസ് മാത്രമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല, അതിന് അസോസിയേറ്റ് ചെയ്ത റവന്യൂ അവിടെ ഉണ്ടായിരിക്കും. ദിസ് ഇസ് നോൺ ആസ് മാച്ചിങ് കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ, when a product is sold to the cost of unsold become an expense and that is directly related to sales revenue. Suppose നമ്മളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ റവന്യൂ ആയിട്ട് സെയിൽസ് നടത്തിയ റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് അവിടുത്തെ കോസ്റ്റ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ സെയിലായ ഗുഡ്സ് വാങ്ങാൻ നമുക്കൊരു കോസ്റ്റ് വരുന്നില്ലേ, അതാണ് അവിടുത്തെ എക്സ്പെൻസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓർഗനൈസേഷനിലോട്ടൊരു ഗുഡ്സ് വാങ്ങുന്നു, ദെൻ അത് വിൽക്കുന്നു, അപ്പോൾ സെയിൽ സംഭവിക്കുന്നു, സെയിൽ നമുക്ക് റവന്യൂ കിട്ടുന്നു. അപ്പോൾ ഈ ഗുഡ്സ് വിൽക്കാനായിട്ട് നമ്മൾ അതേ ഗുഡ്സ് വാങ്ങുന്നുണ്ട്, ആ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതാണ് എക്സ്പെൻസ്. ദെൻ സെയിൽസ് കിട്ടുന്ന റവന്യൂ ആണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോക്കൂ, അതായത് ഡയറക്റ്റ്ലി ആ ഒരു എക്സ്പെൻസിനോ ആ ഒരു റവന്യൂയോട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടായിരിക്കും. സെയിലിൽ നിന്ന് കിട്ടിയ റവന്യൂവിന് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ സെയിൽ ചെയ്ത ഗുഡ്സ് വാങ്ങാനുള്ള ചിലവ്. എനി കമ്മീഷൻ ഓർ കോസ്റ്റ് ഓഫ് ഡെലിവറി ടു കസ്റ്റമർ ഈസ് ഓൾസോ റിലേറ്റഡ് ഡയറക്റ്റ്ലി ടു ദ റവന്യൂ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ, കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു കമ്മീഷണൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഈ സെയിൽസ് ഡയറക്റ്റ് ചെയ്ത് വരുന്ന ഇതാണ്. ഓക്കെ, ദ ഓർഡർ ഇൻ വിച്ച് റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റ് എ സ്റ്റേറ്റ് ദാറ്റ് ഷുഡ് ബി നോട്ടഡ്. ഫസ്റ്റ്, റവന്യൂസ് ആർ മെഷേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദെൻ കോസ്റ്റ് ആർ അസോസിയേറ്റ് വിത്ത് ദിസ് റവന്യൂസ്. കോസ്റ്റ് ആർ മാച്ച് വിത്ത് റവന്യൂ, നോ അതർ വേ അറൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എവറി എക്സ്പെൻസ് ഫസ്റ്റ് റവന്യൂ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് എവറി റവന്യൂ ആസ് എൻ അസോസിയേറ്റഡ് എക്സ്പെൻസ്. മെയിൻ എക്സാമ്പിൾ, സെയിൽ ചെയ്യുന്നു, റവന്യൂ കിട്ടുന്നു. ആ സെയിലിന് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് സെയിൽ ചെയ്യുന്ന ഗുഡ്സ് വാങ്ങുമ്പോൾ വന്ന എക്സ്പെൻസാണ്. അപ്പോൾ
ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ റവന്യൂ റിക്കഗ്നൈസ് ചെയ്യേണ്ടത് ആസ് പെർ റിയലൈസേഷൻ കോൺസെപ്റ്റ് അല്ലേ. എപ്പോഴാണ് എന്ത് റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്, എപ്പോൾ റിക്കഗ്നൈസ് ചെയ്യണം, എങ്ങനെ എത്ര എമൗണ്ട് റിക്കഗ്നൈസ് ചെയ്യണം, ഒരു എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അപ്പോഴും റവന്യൂ വരിക. ഫസ്റ്റ് റവന്യൂ റിക്കഗ്നൈസ് ചെയ്യണം, എന്നിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് എന്താണോ അത് റിക്കഗ്നൈസ് ചെയ്യണം. മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം ഒരു റവന്യൂ ഉണ്ടെങ്കിൽ അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കും, അപ്പോഴാണ് അക്കൗണ്ടിങ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ഇത്തരം കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഒരു റവന്യൂ വരുമ്പോൾ ദർ മസ്റ്റ് ബി അസോസിയേറ്റ് എക്സ്പെൻസ് ആസ് പെർ ദ മാച്ചിങ് കോൺസെപ്റ്റ്. അങ്ങനെ ഒരു എക്സ്പെൻസ് ഇല്ലെങ്കിൽ സംതിങ് എന്താണ് അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷനോ നടന്നിട്ടുണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, then accounting period concept. Accounting period refers to the span of time at the end of which the financial statements of an enterprise are prepared to know whether it has earned profit or incurred loss or incurred losses during that period, and what exactly is the position of his assets liability at the end of that period. Such information is required by different users at regular interval or various purpose, as no firm can wait for long to know its financial result, as various decisions are to be taken at regular intervals on the basis of such information. The financial statements are therefore prepared regular intervally, normally after a period of 1 year, so that timely information is made available to the users. Okay. The interval of time is called the accounting period. Accounting period concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് ഏതൊരു ടൈം പീരീഡിലോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് അക്കൗണ്ടിങ് പീരീഡ് പറയുന്നത്. ആ ഒരു എന്താണ് ആ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഇഷ്ടമാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ഏൺ ചെയ്തത്, ലോസ് ഇൻക്വയർ ചെയ്തതെന്നോ, അല്ലെങ്കിൽ എന്താണ് വാട്ട് ദ എക്സാക്ട് പൊസിഷൻ ഓഫ് അവർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡ്യൂറിങ് ദാറ്റ് അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് പറഞ്ഞാൽ ആ ഒരു നമ്മൾ എപ്പോഴാണോ ഏത് ഇൻ്റർവെല്ലിലാണോ നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഇയർ ആയിരിക്കാം, മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ കാരണം അത്രയും ഇൻഫർമേഷൻസ് എന്താണ് യൂസേഴ്സിന് ആവശ്യമാണ്. ഡിഫറെൻറ്റ് യൂസേഴ്സ് നീഡ് ദിസ് ഇൻഫർമേഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽ. കൃത്യമായിട്ടൊരു വേളയായിരിക്കണം. ഇപ്പോൾ ഒരു പീരീഡിലാണ് നമ്മൾ ഒരു ഇയറിനാണ് നമ്മൾ അക്കൗണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ പീരീഡിൽ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ദേ നീഡ് ദ ഇൻഫർമേഷൻ ഫോർ ദ റെഗുലർ ഇൻ്റർവെൽ. നമുക്ക് ഒരു ആദ്യം ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് പിന്നെ 2 മാസം കഴിഞ്ഞ് പിന്നെ 3 മാസം അങ്ങനെയല്ല, ഒരു റെഗുലർ ഇൻ്റർവെല്ലിനായിരിക്കണം നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബിക്കോസ് കുറേ യൂസേഴ്സ് ഉണ്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്ത് കുറേ ഡിസിഷനിലോട്ട് എത്തുന്ന കുറേ യൂസേഴ്സ് നമുക്കുണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്, ഇൻറ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കത് റെഗുലർ ഇൻ്റർവെൽസിന് ആ ഇൻഫർമേഷൻ കിട്ടണം. സോ ദെർഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ. ദ റെഗുലർ എന്നാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. റെഗുലർ ഇൻ്റർവെൽ നോർമലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയറിനായിരിക്കും. നോർമലി 1 ഇയർ ആണ് ഒരു റെഗുലർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. സോ ദ ടൈമിൽ ഇൻഫർമേഷൻ ഇസ് മെയ്ഡ് അവൈലബിൾ ടു ദ യൂസേഴ്സ്. ദ ഇൻ്റർവെൽ ഓഫ് ടൈം ഇസ് കോൾഡ്. ഈ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം ഇല്ലേ, അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ, അതായത് നമ്മളെ ബിസിനസ് എൻറ്റിറ്റി അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെൽ കീപ്പ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതിൻ്റെ യൂസേഴ്സിന് ഈ ഇൻഫർമേഷൻസ് റെഗുലർ ഇൻ്റർവെല്ലിൽ കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായി ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു ഇൻ്റർവെൽ റെഗുലർ ഇൻ്റർവെല്ലിൽ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് ഓഫ് കോൺസെപ്റ്റ് പറയുന്നത്. ദ ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് അക്കൗണ്ടിങ് പീരീഡ്. Then next, principle of full disclosure. The principle of full disclosure requires that all material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statement and their accompanying footnote. This is to enable the users to make correct assessment about the profitability and financial soundness of the enterprise and help them to make informed decisions. അതായത് ഒന്നുമില്ല, ആ ഒരു എന്താണ് പ്രിൻസിപ്പിൾ എന്ന നെയിമിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഫുൾ ഡിസ്ക്ലോഷറാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ
ആ ഒരു അക്കൗണ്ട് റിപ്പോർട്ടിലൂടെ അവരുടെ കറക്റ്റായിട്ടുള്ള എല്ലാ മെറ്റീരിയലായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എന്താണ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ എടുക്കണം, അതിൻ്റെ അക്കമ്പനിങ് ഫുട് നോട്ട്സ്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അതിന് ഫുട് നോട്ട്സ് എന്ന് പറയുക, അത് അടക്കം എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ഓക്കെ, this is to enable the users to make correct assessment about the profitability and financial soundness of the enterprise, help to them to take informed decision. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ യൂസേഴ്സിന് കൃത്യമായ ഡിസിഷൻ എടുക്കണമെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. ഫുൾ ഡിസ്ക്ലോഷർ എന്നൊക്കെ പറയാം, എന്താണ് ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എല്ലാ തരത്തിലും മീൻസ് മെറ്റീരിയൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത്രേ ഉള്ളൂ. Consistency concept. The accounting information provided by the financial statement would be useful in drawing conclusion regarding the working of an enterprise only when it allows comparison over a period of time as well as with the working of other enterprise. Again, thus both inter-firm inter-peer comparison are required to be made. This can possible only when the accounting policies and practices followed by the enterprise are uniform or consistent over a period of time. അതായത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റാസ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. അതായത് നോക്കൂ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ ഡ്രോയിങ് കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഓൺലി വെൻ ഇറ്റ് അലൗസ് കമ്പാരിസൺ ഓഫ് ദ പീരിയഡ് ഓഫ് ടൈം ആസ് വെൽ ആസ് വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ എൻ്റർപ്രൈസ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പെർഫോമൻസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ എന്തിനാണ് അതൊക്കെ ആ കൺക്ലൂഷൻസൊക്കെ നമ്മൾ എപ്പോഴാണ് കമ്പാരിസ് ചെയ്യാൻ പറ്റണം. കമ്പാരിസൺ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മളതിലൊരു യൂണിഫോമിറ്റി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ആദ്യം നമ്മൾ ഫോളോ ചെയ്ത അക്കൗണ്ടിങ് പ്രാക്ടീസിനായിരിക്കും അടുത്തയുടെ റിപ്പോർട്ടിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിപ്രിസിയേഷൻ കണക്കാക്കും അസറ്റിൻ്റെ മേലെ. നിങ്ങൾക്ക് എത്രവർക്ക് നല്ല ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിന് തേയ്മാനം സംഭവിക്കുക എന്ന് പറയും, വെയർ ആൻഡ് ടയർ. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷനിൽ കുറേ മെത്തേഡുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫിക്സഡ് പീരീഡ് മെത്തേഡാണ് ഫോളോ ചെയ്തതെങ്കിൽ അടുത്തുള്ള ഫിക്സഡ് മെത്തേഡിനെ ഫോളോ ചെയ്യണം. അതായത് ആദ്യം ഫിക്സഡ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രണ്ട് റിപ്പോർട്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു ആദ്യത്തെ ഇയർ ഫോളോ ചെയ്ത ഇത് തന്നെ ആയിരിക്കണം, ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം അടുത്ത ഇയറും ഡിപ്രിസിയേഷൻ നമുക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒരു കൺസിസ്റ്റൻസി വരുന്നുള്ളൂ. ഓക്കെ, it's therefore important that the concept of consistency is followed in preparation of financial statement so that the result of two accounting period are comparable. അത് കൺസിസ്റ്റൻസി എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഫോളോ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കൺസിസ്റ്റൻസി എലിമിനേറ്റ് പേഴ്സണൽ ബയാസ് ഹെൽപ്പ് ഇൻ അച്ചീവ് റിസൾട്ട് ദാറ്റ് ആർ കമ്പയറബിൾ ആക്കില്ല. നമുക്ക് നമ്മൾ എന്ത് റിസൾട്ട് ഉണ്ടാക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കമ്പയർ ചെയ്തിട്ട് നമ്മളിപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയായിരുന്നു, മുൻപേക്കാൾ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കമ്പയറബിൾ ആവണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോളിസീസ് ആയിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. Also, comparison between the financial result of two enterprises would be meaningful only if the same kind of accounting method and policies are adapted in the preparation of finance statement. Okay. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും പ്രാക്ടീസസും ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സും പ്രാക്ടീസും ആയിരിക്കും നമ്മൾ ഇയർ ടു ഇയർ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്. ഇനി കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഓക്കെ, the concept of conservatism, also called prudence, provide guidance for recording transaction in the books of account and is based on the policy of playing safe. Playing safe, prudence, ഇതൊക്കെയാണ് ഇതിലെ കീവേഡ്സ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമുക്ക് കുറച്ച് കീവേഡ്സ് ഉണ്ടാവും, അത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എന്തും ആൻസർ ചെയ്യാൻ പറ്റും. The concept states that a conscious approach should be adapted in ascertaining income so that the profits of the enterprise are not overstated. If the profit ascertained are more than the actual, it may be allowed to distribution of dividend out of capital, which is not fair as will lead to the reduction in the capital of the enterprise. Okay, the concept of conservatism requires that profits should not be recorded until released, but all losses, even those which may have a remote possibility, are be provided for the books of account. അതായത് നമ്മൾ
കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറഞ്ഞാൽ പ്ലെയിൻ സേഫ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റാണ്. അതായത് നമ്മളെപ്പോഴും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ലോസസ് ഇല്ലേ, അതുണ്ടായാലും ഇല്ലെങ്കിലും അതെങ്ങനെ ഉണ്ടാവും എന്നൊരു കോൺസെപ്റ്റിൽ അക്കൗണ്ടിങ് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവുന്ന ഉറപ്പുണ്ടെങ്കിലും അത് റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രം റെക്കോർഡ് ചെയ്യുക. അതായത് എപ്പോഴും നമ്മൾക്ക് ഒരു ലോസ് ഉണ്ടാകുന്നതിന് മുന്നോട്ട് പോകാൻ എന്താ അർത്ഥം, അതായത് അത്രയും ഇതിൽ മുന്നോട്ട് പോവുക. പക്ഷെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകുന്ന ഉറപ്പുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുന്ന മുന്നേ റെക്കോർഡ് ചെയ്യില്ല. പക്ഷെ ലോസ് വളരെ ഇല്ലെങ്കിൽ കൂടി ഒരു പോസിബിലിറ്റി ലോസിനെ കമ്മി കൂടി ആ ലോസ് ഉണ്ട് എന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് പോവുക. അതായത് പ്രോഫിറ്റ്സ് ഓവർ സ്റ്റേറ്റ് ചെയ്യില്ല എന്നാണ് പറയണത്. കൺസേർവ് ചെയ്തിട്ട് കൺസർവേറ്റിസമാണ് ആ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞത്, കൺസർവേറ്റിസമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്തു എന്ന് വെച്ചോളൂ. പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്ന മുന്നേ അത് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഫിറ്റ്, അതായത് നമ്മളെ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്മിയാവും. ശരിക്കും ആ ഒരു പ്രോഫിറ്റ് റിയലൈസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കത് ലോസാണ്. പക്ഷെ നമുക്ക് ലോസ് ഉണ്ടാകുന്നൊരു മുൻകൂട്ടി ഒരു അസംഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലേ. അതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് ഒരു പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് പഠിച്ചു. ക്ലോസിങ് സ്റ്റോക്ക് നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ഒരു ഇത് എക്സാംസിന് നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അതുപോലെ തന്നെ മിക്കവാറും എക്സാംസിന് കണ്ടുവരുന്നൊരു ഇത് ചോദിക്കും. ക്ലോസിങ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഏത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലോസിങ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. ക്ലോസിങ് സ്റ്റോക്ക് എപ്പോഴും വാല്യൂ ചെയ്യുന്നത് നമ്മൾ കോസ്റ്റിലോ മാർക്കറ്റ് പ്രൈസ് ഏതാണോ കുറവ് അതിലാണ്. ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ഏതാണെന്ന് BCom ബേസ്ഡ് ആയിട്ടുള്ള OMR ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും കണ്ടിട്ട് നിങ്ങൾ BCom ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവുക. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കാണാറുണ്ട്. അത് ഏത് കോൺസെപ്റ്റാണ്, കൺസർവേറ്റിസം കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റാണ്. ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് അവിടെ ഉണ്ട്. വാല്യൂയിങ് ക്ലോസിങ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. കോസ്റ്റ് ആണോ കമ്മി, മാർക്കറ്റ് വാല്യൂ ആണോ കമ്മി, ഏതിലാണോ കമ്മി വരുന്നത് അതിലാണ് നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഡൗട്ട്ഫുൾ ഡെറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താണ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുന്നത് വാല്യൂയിങ് ക്ലോസിങ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. എക്സാമ്പിൾ ഓഫ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് നമ്മൾ ഇത്രയും പഠിച്ചു. നമുക്ക് നോക്കാം. നോക്കിക്കോ, ഈ കുറച്ച് OMR നോക്കി നോക്കൂ. റെക്കഗ്നേഷൻ ഓഫ് എക്സ്പെൻസ് ഇൻ ദ സെയിം പീരീഡ് ആസ് അസോസിയേറ്റഡ് റവന്യൂ ഇസ് കോൾഡ്. എന്താണ്, ഒരു റവന്യൂ ഉണ്ടാകുമ്പോൾ അതിനായിട്ടുള്ള അസോസിയേറ്റഡ് എക്സ്പെൻസ് വരുന്നു. എന്ത് കോൺസെപ്റ്റാണത്? ഒന്ന് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് ഒന്ന് കേട്ട് നോക്കൂ. എന്താ കോൺസെപ്റ്റ് ഒന്ന്? മാച്ചിങ് കോൺസെപ്റ്റാണ്. The accounting concept that refers to the tendency of accounts to resolve uncertainty and doubt in favor of understanding asset and revenues and overstating liabilities and expenses known as ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, ടെൻഡൻസി ഓഫ് അക്കൗണ്ട് ടു റിസോൾവ് അൺസർട്ടനിറ്റി ആൻഡ് ഡൗട്ട് ഇൻ ഫേവർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അസറ്റ് ആൻഡ് റവന്യൂ, ഓവർ സ്റ്റേറ്റിംഗ് ലയബിലിറ്റീസ്, ഓവർ സ്റ്റേറ്റ് എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റ് കാണിക്കുന്നതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ്. റവന്യൂസ് ജനറലി റിക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ ഡിനോട്ട്, അതായത് എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ആ പോയിന്റ് ഓഫ് സെയിലാണ്. റവന്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടല്ല, ആ ട്രാൻസാക്ഷൻ, അത് എക്സ്ചേഞ്ച്, അതായത് ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് ഡെലിവർ ചെയ്തു അല്ലെങ്കിൽ സർവീസ് കസ്റ്റമർക്ക് റെൻഡർ ചെയ്യുമ്പോൾ തന്നെ അവിടെ റവന്യൂ റെക്കഗ്നിഷൻ നടന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോൾ തന്നെ, അതായത് അറ്റ് പോയിന്റ് ഓഫ് സെയിൽ അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു. ആ കോൺസെപ്റ്റ് ഏതാണ്? റിയലൈസേഷൻ കോൺസെപ്റ്റാണ്. The concept requires that the same accounting method should be used from one accounting period to the next. അതായത് സെയിം അക്കൗണ്ടിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിങ് പീരീഡിലോട്ട് വരുമ്പോഴേക്കും ആ സെയിം അക്കൗണ്ടിങ്
കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? അതെ, പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. ദെൻ ദ കോൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഫ്രീ ഫ്രം ബയാസ് ആൻഡ് ഫ്രീ ഫ്രം സബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. പിന്നെന്താണ്? വെരിഫിക്കേഷന് ക്യാപ്പബിൾ ആയിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതായിരുന്നു? ഒബ്ജക്റ്റിവിറ്റി എവിഡൻസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. പിന്നെ കീവേഡ്സ് എപ്പോഴും മനസ്സിലായിരിക്കണം. നമുക്ക് കീവേഡ്സ് ഇതിൽ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹെഡിങ് തന്നെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിരിക്കും എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. മനസ്സിലാവുന്നില്ലെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.